ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഉറുമ്പുകളെ പറ്റിയാണ്. സാമൂഹിക ജീവിതം നയിക്കുന്ന പ്രാണികളാണ് ഉറുമ്പുകൾ. ഒരു കൂട്ടിൽ 100 മുതൽ ലക്ഷക്കണക്കിന് വരെ ഉറുമ്പുകളെ കണ്ടുവരുന്നു. മധുര പലഹാരങ്ങൾ, എത്തുകൾ, ചത്തുപോയ മറ്റ് പ്രാണികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം. 11,000 ഇനം ഉറുമ്പുകൾ ഉണ്ട്. ഉറുമ്പുകൾ ഹൈമെനോപ്റ്റെറ ഓർഡറിലെ ഭാഗമാണ്. ഉറുമ്പുകൾ മനുഷ്യ ശരീരത്തിൽ കയറിയാലും കടിക്കാറില്ല. എന്നാൽ അത് ശരീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പുറത്തുവിടുന്ന ഫോർമിക് ആസിഡ് ദേഹത്ത് അലർജി ഉണ്ടാക്കുവാൻ ഇടയാകുന്നു. വളരെ ചിട്ടയായുള്ള സാമൂഹിക ജീവിതം പരിപാലിക്കുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മനുഷ്യനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഉറുമ്പുകൾ സാമൂഹിക ജീവിതം ഐക്യത്തോടും ചിട്ടയോടും മുന്നോട്ട് കൊണ്ടുപോകുന്നു. മണ്ണിലോ മരത്തിലോ ആവും താരതമ്യേന ഭംഗി കുറഞ്ഞ കൂടുകൾ ഉണ്ടാകുക. ഒരു കോളനിയിൽ വിവിധ തരം ഉറുമ്പുകളെ കാണാൻ കഴിയും. രാജ്ഞിമാർ, ജോലിക്കാർ, ചിറകുള്ള ആണുറുമ്പുകൾ, ചിറകുള്ള പെണ്ണുറുമ്പുകൾ, പട്ടാളക്കാർ മുതലായവ ആണ് ഇവ. പുളിയുറുമ്പുകൾ ചങ്ങല ഉണ്ടാക്കി ഒരു ഇലയെ വലിച്ചെടുക്കുന്നു. മാവിലകൾ ഒട്ടിച്ചേർത്താണ് അവ കൂടുകൾ പണിയുന്നത്. ചിറകില്ലാത്തതും പ്രത്യുൽപാദന ശേഷിയുള്ളതുമായ പെണ്ണുറുമ്പാണ് രാജ്ഞി. ഒരു കൂട്ടിൽ തന്നെ അനേകം രാജ്ഞിമാരുണ്ടാകും. എന്നാൽ ഒരു രാജ്ഞി മാത്രമുള്ള കോളനികളുമുണ്ട്. രാജ്ഞിമാരുടെ ആയുസ്സും കൂടുതലാണ്. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന രാജ്ഞിമാരുമുണ്ട്. കൂട്ടിലേക്കുള്ള ജോലികളൊന്നും രാജ്ഞിമാർ ചെയ്യാറില്ല. കൂടിൻ്റെ ഏറ്റവും ഉള്ളറകളിൽ ഒന്നിൽ താമസിച്ച് മുട്ടയിടുകയാണ് ഇവയുടെ ജോലി. രാജ്ഞിമാർക്ക് ഭക്ഷണം എത്തിക്കേണ്ട ചുമതല ജോലിക്കാർക്കാണ്. ഒരു കൂട് ഉപേക്ഷിച്ച് മറ്റൊരു കൂട് നിർമ്മിക്കുമ്പോൾ മാത്രമേ രാജ്ഞിമാർ കൂട് വിട്ട് ഇറങ്ങാറുള്ളൂ. പ്രത്യുൽപാദന ശേഷിയില്ലാത്ത പെണ്ണുറുമ്പുകളാണ് വേലക്കാർ. ജോലിക്കാരാണ് ഒരു കൂട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. രാജ്ഞിമാരെയും മറ്റ് ഉറുമ്പുകളെയും ലാർവകളെയും തീറ്റിപ്പോറ്റുക, കൂടുകൾ വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവ ചെയ്യുന്നത്. വേലക്കാരിൽ തന്നെ ജോലി വിഭജനമുണ്ട്. കൂടിന് പുറത്തുള്ള ജോലികൾ ചെയ്യുന്നതിന് മുൻപ് കൂടിനകത്തെ ജോലികൾ ഏതാനും ദിവസം പുതിയ ജോലിക്കാരെ കൊണ്ട് ചെയ്യുന്നത് കാണാം. മുട്ടകളെയും ലാർവകളെയും എടുത്തു മാറ്റുക, കുഞ്ഞുറുമ്പുകളെ വൃത്തിയാക്കുക, ഭക്ഷണവസ്തുക്കൾ ചുമന്നുകൊണ്ട് വരിക, ബാക്കി വരുന്ന പദാർത്ഥങ്ങൾ കൂടിന് വെളിയിൽ കളയുക എന്നിവയാണ് പ്രധാന ജോലികൾ. ചില വേലക്കാർ ഭക്ഷണം വയറ്റിൽ സൂക്ഷിച്ചാണ് കൊണ്ടുവരിക. പ്രത്യേകിച്ച് ലാർവകൾക്കായി അവ പിന്നീട് തീക്കട്ടിയെടുത്ത് നൽകുന്നു. തേനുറുമ്പുകൾ പോലുള്ളവയാകട്ടെ വയർ കൂടുതൽ തേൻ സൂക്ഷിക്കാനായി നന്നായി വികസിച്ചതാണ്. പുതിയ വേലക്കാർ 3-4 ദിവസം പ്രായമാകുന്നതോടെ അവരുടെ പണി ചെയ്ത് തുടങ്ങുന്നു. കൂടുകളിലൂടെ വെറുതെ നടക്കുകയും അവിടെ കൂട്ടം കൂടി നിൽക്കുകയും ചെയ്യുന്ന വേലക്കാരെയും കൂട്ടിനുള്ളിൽ കാണാൻ സാധിക്കും. ഇവ എന്ത് ധർമ്മമാണ് അനുഷ്ഠിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൂട്ടിന് വെളിയെ പോയി ഭക്ഷണം ശേഖരിക്കുന്ന വേലക്കാർ ഒറ്റയ്ക്കോ കൂട്ടമായോ ഇക്കാര്യം ചെയ്യുന്നു. 4 മില്ലിഗ്രാം ഭാരമുള്ള ഉറുമ്പ് 8 മില്ലിഗ്രാം വരെ ഭാരമുള്ള ഭക്ഷണവസ്തുക്കളെ വഹിച്ചുകൊണ്ട് പോകുന്നു. ചിലപ്പോൾ ഒന്നിലധികം ഉറുമ്പുകൾ ഒന്നിച്ചാവും ഇത് ചെയ്യുന്നത്. കൂട്ടിൽ നിന്ന് പുറത്തുപോയി ഭക്ഷണപദാർത്ഥങ്ങൾ തേടുന്ന ഉറുമ്പുകൾ ദിശ കണ്ടെത്തുന്നതിന് പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. സംയുക്ത നേത്രം ആണ് ഉള്ളതെങ്കിൽ കൂടി വഴിയിൽ കാണുന്ന എന്തിനേയും ഇവ അടയാളമാക്കി ചാരിയുന്നു അത്രേ. ഭൂഗരുത്ത ആകർഷണ ബലത്തിൻ്റെ ദിശ വഴിയിൽ സ്വയം പുറപ്പെടുവിക്കുന്നതും കാണപ്പെടുന്നതുമായ രാസഘടകങ്ങളെയും അടയാളമാക്കാറുണ്ട്.
ഉറുമ്പുകളിലെ പട്ടാളക്കാർ എന്ന് വിളിക്കപ്പെടുന്നവർ ശത്രുക്കളെ നേരിടാൻ ഇവർ പ്രാപ്തരായിരിക്കും. വലിയ തലയും കടിക്കാനും മുറിക്കാനുമുള്ള ഉറപ്പുള്ള വായുഭാഗങ്ങൾ മുതലായവ ഇവയ്ക്കുണ്ടാകും. അത്തരം ഭാഗങ്ങളെ മണ്ടിബിളുകൾ എന്ന് വിളിക്കുന്നു. മണ്ടിബിളുകൾ കട്ടിയുള്ള വിത്തുകളും നെറ്റം പൊട്ടിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളവയുമായിരിക്കും. ഒരു കൂടിൻ്റെ പ്രവേശന മാർഗത്തിൽ ശത്രുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞാൽ അവ തലയുടെ വലിയ ഭാഗം ഉപയോഗിച്ച് കൂട് അടച്ചു വയ്ക്കുന്നു. വലിയ ദൂരമാണെങ്കിൽ ഒന്നിലധികം ഉറുമ്പുകൾ ഇതിനായി ശ്രമിക്കുന്നു. ശത്രുക്കളെ നേരിടാൻ ഉറുമ്പുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫോർമിക് അമ്ലവും ഉപയോഗിക്കാറുണ്ട്. ചില വർഗങ്ങളിൽ വേലക്കാർ തന്നെയാകും പട്ടാളക്കാരുടെ ജോലിയും ചെയ്യുക. പട്ടാളക്കാർക്ക് ഭക്ഷണം തേടി അലഞ്ഞു തിരിയാനുള്ള കഴിവ് സ്വതവേ കുറവാണ്. അവയെ മറ്റുള്ളവർ നയിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടാവാറ്. കൂടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉറുമ്പുകൾ ഇലകൾ കൊണ്ടുവരുമ്പോൾ ഇലകൾക്ക് മുകളിലിരുന്ന് ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്ന പട്ടാളക്കാരായ ഉറുമ്പുകൾ ചില സാഹചര്യങ്ങളിൽ രക്തസാക്ഷികൾ ആകാറുമുണ്ട്. ചിറകുള്ളതും പ്രത്യുൽപാദന ശേഷിയുള്ളതുമായ ആണുറുമ്പുകളും പെണ്ണുറുമ്പുകളും കൂട്ടിൽ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അവ ഒരു കൂട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞ് മറ്റൊരു കൂട്ടത്തിൽ ചേരുന്നു. ചിലപ്പോൾ ഇണചേരാൻ അനുവദിക്കും. ഇവ പുറത്തു വരുന്നത് വായുവിൽ വെച്ചോ നിലത്ത് വെച്ചോ ഇണചേർന്ന ശേഷം ആണുറുമ്പുകൾ ചത്തുപോകുന്നു. പെണ്ണുറുമ്പുകൾ പുതിയ കോളനി നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മുട്ടയിടുകയും ചെയ്യുന്നു. ഒരു കൂട്ടിൽ ചിലപ്പോൾ രാജ്ഞിയുടെ അഭാവത്തിൽ പെണ്ണുറുമ്പുകൾ മുട്ടയിടുന്നു. അവയിൽ നിന്നും വേലക്കാരോ ആണുറുമ്പുകളോ ആണ് ഉണ്ടാവുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.